നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള പുഴുങ്ങിയ പത്തിരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് വേണ്ടത് തേങ്ങയുടെ ഒരു മിക്സ് തയ്യാറാക്കലാണ്. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ തേങ്ങയാണ് എടുക്കുന്നത്. നമ്മൾ പൊരിച്ച പത്തിരിക്കൊക്കെ യൂസ് ചെയ്യുന്ന അതേ തേങ്ങയുടെ മിക്സാണ് ഇതിലും പുഴുങ്ങിയ പത്തിരിയിലും യൂസ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്നു, മറ്റേത് എണ്ണയിൽ വറുത്തെടുക്കുന്നു. പിന്നെ 1/4 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ 2 അല്ലി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. അതുപോലെ ജീരകം, ഒരു നുള്ളു ജീരകം ഇട്ടാൽ മതി. ഇത്രയും നമ്മൾ തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. പിന്നെ 1 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുക. അതിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മൾ എടുക്കുന്നത് അരിപ്പൊടിയാണ്. അത് പുട്ടിൻ്റെ പൊടി 1/2 കപ്പും പിന്നെ പത്തിരിപ്പൊടി 1/2 കപ്പും ആയിട്ടാണ് എടുക്കുന്നത്. ഇത് 1 കപ്പിൽ തന്നെ ഞാൻ 2 കൂടി അളന്ന് എടുത്തേക്കുവാണ്. പുട്ടിൻ്റെ പൊടി ഇത്തിരി തരിതരിപ്പുണ്ടാവും, റവ പോലെ ഇരിക്കുന്നത്. പിന്നെ പത്തിരിപ്പൊടി 2ഉം കൂടിയിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഈ തിളച്ച വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഷുഗർ ഫ്രീ ടാബ്ലറ്റ് അതിലിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര യൂസ് ചെയ്യാവുന്നതാണ്. വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ തേങ്ങയുടെ മിക്സ് അതിലിട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഈ പൊടികളും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ച് 10 മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം. 10 മിനിറ്റ് കഴിയുമ്പോൾ നല്ലപോലെ കുഴച്ചെടുക്കണം. ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്ന പോലെ നല്ലപോലെ കുഴച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് അത് പരത്തിയെടുക്കാം. ഇപ്പോൾ ചൂടുണ്ട്, നല്ലപോലെ ചൂടുണ്ട്. നമുക്ക് പറ്റുന്ന ചൂടിൽ, കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ചൂടിൽ നമുക്ക് കുഴയ്ക്കാം. എന്നിട്ട് ചപ്പാത്തി പലകയിൽ കുറച്ച് അരിപ്പൊടി തൂവിയിട്ട് നമ്മൾ 1.5 സെൻറ്റിമീറ്റർ ഘനത്തിൽ അത് പരത്തി കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കുന്നു എന്നുള്ള വ്യത്യാസം മാത്രമാണ് ഉള്ളത്. നമ്മൾ പൊരിച്ച പത്തിരിക്ക് ഇതേ കട്ട് ചെയ്തെടുക്കുന്നത് തന്നെ നമുക്ക് എണ്ണയിൽ വറുത്തെടുത്ത് കഴിഞ്ഞാൽ പൊരിച്ച പത്തിരിയാവും. ഇപ്പോൾ കുഴച്ച മാവ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റോളിംഗ് പിന്ന് വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ റോളിംഗ് പിന്നിൽ പറ്റി പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് അരിപ്പൊടി തൂവിക്കൊടുക്കും. എന്നിട്ട് ഒരു വട്ടപാത്രം അല്ലെങ്കിൽ ഒരു മൂടി അല്ലെങ്കിൽ കുക്കി കട്ടറോ എടുത്തിട്ട് നമുക്കത് കട്ട് ചെയ്ത് പത്തിരിയുടെ ഷേപ്പാക്കി എടുക്കാം. പൊരിച്ച പത്തിരിയുടെ ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഞാനത് പരത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മല്ലിത്തൂക്കെന്നോ, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് അറിയില്ല, ഇങ്ങനെ ഒരു പാത്രം എടുത്ത് അവിടെ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ എല്ലാം കട്ട് ചെയ്ത് ബാക്കിയുള്ള മാവുകളും രണ്ടാമത് കുഴച്ച് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്ത് വെച്ചത് നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് വെട്ടിത്തിളപ്പിക്കുക. അപ്പോൾ തിളച്ച് ആവി വന്ന് തുടങ്ങുമ്പോൾ നമുക്കിത് പത്തിരികൾ ഒന്നിന് മേലെ ഒന്നായിട്ട് വെക്കരുത്, ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഇപ്പോൾ 4 എണ്ണമാണ് ഇതിൽ വെക്കാൻ പറ്റുന്നത്. മേലെ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗവും ഒരുപോലെ വേകില്ല. എന്നിട്ട് അടച്ചൊരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനത് എടുത്ത് മാറ്റുവാണ്. സ്പൂൺ വെച്ച് എടുത്ത് മാറ്റാം. ഇത് നമുക്ക് വെറുതെ തന്നെ കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്. ചട്നി കൂട്ടിയിട്ടോ, ഇപ്പോൾ ടൊമാറ്റോ ചട്നി കൂട്ടി കഴിക്കുന്നതും നല്ലതാണ്. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ.